ഇതൊക്കെ സത്യം പറഞ്ഞാൽ ശുദ്ധ തെണ്ടിത്തരമാണ്. വെറും തെണ്ടിത്തരം എന്ന് വെച്ചാൽ വെറും ചീപ്പ് പരിപാടി. ഞാനൊരു ദിവസം നോക്കുമ്പോൾ ഒബ്രോൺ മോളിൻ്റെ പേജിൽ കാണുന്നത് എൻ്റെ വീഡിയോ ആണ്. അവരുടെ ഫാഷൻ ഷോയ്ക്ക് ആഡ് പോലെ ചെയ്തേക്കുന്ന വീഡിയോ മൊത്തം എൻ്റെ റീൽസിൽ നിന്ന് എടുത്തതാണ്. കേൾക്കുമ്പോൾ ആൾക്കാർക്ക് സില്ലിയായിട്ട് തോന്നും. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീഡിയോ ഒരു സാധനം മോട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ്സ് എല്ലാം അറ്റ്ലീസ്റ്റ് എനിക്ക് തരണം. ഈ ഫോൺ കയ്യിലിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച് ഫോണിലേക്ക് വരുന്ന സാധനമല്ല വീഡിയോ. കഷ്ടപ്പെട്ട് പോയി ഇന്ന് എടുത്ത് തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ വീഡിയോ. ഞാൻ ഇവരുടെ ഹൈഡ് ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ ഒന്നുമല്ല. ഞാനെടുത്തൊരു വീഡിയോ അത് ഞാൻ റീലുണ്ടാക്കി. അതിൽ നിന്ന് അവർ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ്സ് എങ്കിലും തരണം. അല്ല വല്ലവൻ്റെ സാധനം പൊട്ടിച്ചുകൊണ്ട് എടുക്കും നടത്തിയിട്ട് കാര്യമില്ല. 2 മാസം മുമ്പ് നടന്ന ഒരു ഫാഷൻ ഷോയ്ക്ക് ഞാനൊരു ടീമിന് വേണ്ടി കവർ ചെയ്യാൻ പോയി. പക്ഷേ അവിടെ ഞാൻ നടന്ന കുറേ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അതിനൊരു 3-4 റീൽസ് ആക്കി ഇട്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ കൊളാബ് ചോദിച്ചവർക്കും അതത് ഫാഷൻ മോഡലിംഗ് കമ്പനീസിനും ഞാൻ അതിൻ്റെ കൊളാബ് കൊടുത്തിട്ടുണ്ട്, ക്രെഡിറ്റ്സ് കൊടുത്തിട്ടുണ്ട്, എവറിത്തിങ് ലൈക്ക് അറിയാവുന്ന എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ DM ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ അത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ആഴ്ച മുമ്പ് നടന്ന ഒരു പരിപാടിക്ക് അവർ പ്രൊമോഷണൽ വീഡിയോ ഇട്ടതിനകത്ത് മൊത്തവും എൻ്റെ ക്ലിപ്സാണ് കിടക്കുന്നത്. ലൈക്ക് ഐ ആം ആസ്കിങ്, എന്തിനാണ് എൻ്റെ ക്ലിപ്സ് എടുത്തിരുന്നത്? നിങ്ങളവിടെ ഹൈഡായിട്ട് വീഡിയോഗ്രാഫേഴ്സിനെ വെച്ചിട്ടില്ലേ? നിങ്ങൾക്ക് അവിടെ ആൾക്കാരില്ലേ? ഉണ്ടായിരുന്നല്ലോ. അവരുടെയും തൊണ്ടിടുന്നില്ല. എൻ്റെ എന്തിനാണ് ഇടുന്നത്? എൻ്റെ തിട്ടിട്ട് അത് ഞാൻ അവരെ അറിയിച്ചു. ഒബ്രോണിനെ കോൺടാക്ട് ചെയ്തു. നിങ്ങളുടെ വീഡിയോ ആരാണ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരാളുടെ നമ്പർ തന്നു. ഇന്ന ആളാണ് അത് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ ആ പുള്ളിയെ വിളിച്ചു. മൈ ടോൺ വാസ് കാം. ഞാൻ പുള്ളിയെടുത്ത് കാര്യം പറഞ്ഞു, ബ്രോ നിങ്ങളിപ്പോൾ ഇട്ടേക്കുന്നതിനകത്ത് എൻ്റെ വീഡിയോ ആണ് കിടക്കുന്നത്, എന്നെ അതിന് കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പൈസയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, എനിക്ക് അതിൻ്റെ ക്രെഡിറ്റ്സ് കിട്ടണം. ലൈക്ക് അതിൻ്റെ മെൻഷനകത്തോ ടാഗിനകത്തോ എൻ്റെ ക്രെഡിറ്റ്സ് കിട്ടണം. കാരണം ഞാനിപ്പോൾ 2 മോഡലിംഗ് കമ്പനീസ് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനടിയിൽ കട്ട്സ് ആൻഡ് വർക്ക്സ് അല്ലെങ്കിൽ വീഡിയോ വർക്ക്സ് ബൈ സ്പോട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ് എൻ്റെ പേജ് ടാഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതാണ് വേണ്ടത്, അറ്റ്ലീസ്റ്റ് അതിലും വേണം. ഈ പുള്ളിയെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രോ ആരാണ് ഈ വീഡിയോ ചെയ്യുന്നത്? അത് ഞങ്ങളുടെ മീഡിയ ടീമാണ് ബ്രോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, പക്ഷെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മൊത്തം എൻ്റെ വീഡിയോസാണ്. അതിനകത്ത് എൻ്റെ വാട്ടർമാർക്കും കിടപ്പുണ്ട്. അതാണ് നിങ്ങൾ ഒബ്രോൺ മോളിന് വേണ്ടി ചെയ്തു കൊടുത്തത്. നിങ്ങൾക്ക് ഒബ്രോൺ മോളുകാർക്ക് ഇതുപോലെ വീഡിയോ ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് പറയുക, ഞാൻ നിങ്ങൾക്ക് പെയ്ഡായിട്ട് ചെയ്തു തരും. അല്ലാതെ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് ചെയ്യരുത്. അത് തന്ത പരിപാടിയാണ്. ലിറ്ററലി ഞാൻ ആ വാക്ക് തന്നെ പറയും, തന്തയില്ലാത്ത പരിപാടിയാണ്. കാരണം കാണിച്ചിട്ട് ഇങ്ങോട്ട് കിടന്ന് ന്യായീകരിക്കാൻ വരുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. വേറെ ഏത് കാര്യത്തിൽ ഞാൻ സഹിക്കും, പക്ഷേ എൻ്റെ വീഡിയോയുടെ കാര്യത്തിൽ സഹിക്കത്തില്ല. ബിക്കോസ് ഞാൻ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ഈ ഫീൽഡിലേക്ക് കയറിയിരിക്കുന്നതാണ്. ഞാൻ 2 മാസമായതുള്ളൂ ഈ ഫാഷൻ ഫീൽഡിലോട്ട് ഫോട്ടോയും വീഡിയോ എടുക്കാൻ കയറിയിട്ട്. എന്നിട്ട് ഈ ബ്രോ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഈ ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞത് ഓക്കെ അത് ഫൈൻ, നിങ്ങളുടെ ആണെങ്കിൽ അത് റിമൂവ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ആഫ്റ്റർ ഒരു 1 hour ഞാനൊരു വൈക്കത്ത് അമ്പലത്തിൽ നിൽക്കുക. ആ സമയത്ത് പുള്ളി എന്നെ വിളിച്ചിട്ട് പറയുന്നു, അതെങ്ങനെ നിങ്ങളുടെ ആവും, അത് IFE നടത്തിയല്ലേ, അത് ഞങ്ങൾ നടത്തിയ പരിപാടിയല്ലേ, അവിടെ താനെന്തിന് വന്നു? അത് പേഴ്സണലി അടച്ചുപൂട്ടി നടത്തിയ പരിപാടിയൊന്നുമില്ല. പബ്ലിക്കലായിട്ട് ആൾക്കാർ കയറി ഒരുപാട് പേര് വീഡിയോ എടുത്ത പരിപാടിയാണ്. അതിൽ നിന്ന് എൻ്റെ സാധനം എടുത്തുകൊണ്ട് പോയി എനിക്ക് എൻ്റെ ക്രെഡിറ്റ്സ് കിട്ടണം, അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. അത് ഓൾറെഡി കണ്ടന്റ് ഓൺ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവും. നിങ്ങളുടെ ഒരു മ്യൂസിക്കോ എന്തെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് പോയിട്ട് അത് വേറൊരാൾ ചെയ്ത് കയ്യടി വാങ്ങുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. ലിറ്ററലി അതങ്ങനെയാണ്. അവരുടെ ടാഗ് കൊടുത്തിട്ട് അവർക്കത് വേണ്ട, അത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് റിമൂവ് ചെയ്ത് കിട്ടണം, പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യണം. കാരണം ഈ ഓരോ കണ്ടൻസ്, കോപ്പി റൈറ്റ് ഇഷ്യൂസ്, പ്ലേഗിയർസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ എത്തിക്സ് ഉണ്ട്. ഓക്കെ.